ഹലോ മക്കളെ, എസ് എൽ സി എക്സാം ഒക്കെ കഴിഞ്ഞ് ടെൻഷൻ ഫ്രീ ആയിരിക്കുന്ന ഒരു സമയമാണെന്ന് സാറിനറിയാം. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ടെൻഷൻ കയറി വരാനുണ്ട്. ഏത് സബ്ജക്റ്റ് ഇനി അങ്ങോട്ട് എടുക്കുക? +1 സയൻസ് എടുക്കുന്ന കുട്ടികളോടാണ് എനിക്കിനി പറയാനുള്ളത്. എടാ, എസ് എൽ സിയിലെ എക്സാമൊക്കെ വളരെ അടിപൊളിയായിട്ട് എഴുതി, ഓക്കെ, ഒരുപാട് എക്സാമിന് നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റി. ഇത്രയൊക്കെ ഉള്ളൂ പഠിക്കാൻ. ഞാൻ അവസാനം ഇരുന്നാൽ തന്നെ ഏകദേശം സെറ്റാകും എന്നൊക്കെ നിങ്ങൾ കരുതിയിരിക്കുന്ന ഒരു സമയമാണിത്. ഓക്കെ, ഈ ഒരു സമയത്ത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സാറിന് നിങ്ങളോട് പറയാനുണ്ട്. +1 സയൻസ് എടുക്കുന്ന കുട്ടികൾ പൊതുവേ കുറച്ച് സമയങ്ങൾക്ക് ശേഷം, അതായത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം കാണിക്കുന്ന ഒരു രീതിയുണ്ട്. പണ്ടത്തെ പോലെ പഠിക്കാൻ കഴിയുന്നില്ല, കാര്യങ്ങളൊന്നും വേണ്ട രീതിയിൽ മനസ്സിലാകുന്നില്ല, അതോടൊപ്പം പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് പേടി അനുഭവപ്പെടുന്നു, മാർക്ക് കുറഞ്ഞു പോകുന്നു, തോറ്റു പോകുന്നു, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കംപ്ലൈൻറ്റുകൾ. ആരാണിത് പറയുന്നത്? എസ് എൽ സിയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികളാണ് എപ്പോഴും ഇത് പറയാറ്. എന്താ അതിന് കാരണം എന്നറിയണ്ടേ? എടാ, ഞാനൊരു എക്സാമ്പിളിലൂടെ ഈ കാര്യം നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. ഒരു ചെറിയ കൈക്കുഞ്ഞിനെ നിങ്ങൾ ആലോചിക്കുക. ആ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നത് എങ്ങനെയാണ്? ആ കുഞ്ഞിൻ്റെ വായിലേക്ക് ഭക്ഷണം അമ്മ വെച്ച് കൊടുക്കുകയാണ് പതിവ്. അതും ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഭക്ഷണമായിരിക്കും. ഓക്കെ, ഏറ്റവും വേഗം ദഹിക്കാൻ പറ്റുന്ന, അതോടൊപ്പം തന്നെ ആ കുട്ടിക്ക് തീർച്ചയായിട്ടും പല്ലൊന്നുമില്ലാത്ത ചെറിയ വായായിരിക്കും. അപ്പോൾ ആ ഒരു കുഞ്ഞിന് ഏറ്റവും എളുപ്പത്തിൽ ഭക്ഷിക്കാൻ പറ്റുന്ന ഭക്ഷണമായിരിക്കും ആ ഒരു സമയത്ത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. എന്നാൽ കുഞ്ഞിങ്ങനെ വളർന്നു വരുന്ന സമയത്ത് ഭക്ഷണത്തിൻ്റെ കട്ടിയും കൂടും. ഓക്കെ, കുഞ്ഞിന് പല്ല് വന്നിട്ടുണ്ടാകും, അതോടൊപ്പം തന്നെ സ്വന്തമായി കഴിക്കാനുള്ള എബിലിറ്റി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാകും. ഇതൊക്കെ അതോടൊപ്പം സംഭവിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെ പറ്റി ആലോചിക്കുക. നിങ്ങളിപ്പോൾ കഴിക്കുന്ന വലിയ ഹെവി ഭക്ഷണങ്ങളൊന്നും നിങ്ങൾ ആദ്യം കഴിച്ചിരുന്നില്ല. ഓക്കെ, ഇതുപോലെയൊക്കെ തന്നെയാണ് പഠനത്തിൻ്റെ കാര്യം. എസ് എൽ സി വരെയെന്ന് വെച്ചാൽ നിങ്ങളൊരു കുഞ്ഞിനെ പോലെയാണ്. ഒരുപാട് കാര്യങ്ങൾ ടീച്ചേഴ്സ് നിങ്ങളുടെ വായിലേക്ക് വെച്ച് തരുന്ന പോലെയാണ് നിങ്ങളുടെ പഠനം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിയാതെ കരുതാണ് എല്ലാം സിമ്പിൾ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രയും എളുപ്പത്തിൽ അത് കഴിക്കാനും അത് ദഹിക്കാനും ഒക്കെ കഴിയുന്നത് എന്നുള്ളത്. ശരിക്കും എന്താണ് പഠനം എന്നുള്ളത് നിങ്ങൾ ഇനി അറിയാൻ പോകുന്നേ ഉള്ളൂ. ഇതൊരു പേടിപ്പെടുത്തലൊന്നല്ല മക്കളെ. നിങ്ങൾ +1 പോകുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച കുറച്ച് കാര്യങ്ങളുണ്ടാവും. പുസ്തകത്തിൻ്റെ കട്ടി കൂടും, സിലബസ് കുറച്ച് ടഫാവും, അതോടൊപ്പം തന്നെ പഠിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തണം, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ മൈൻഡിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടാകും. പക്ഷേ നിങ്ങൾ അതോടൊപ്പം നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത മറ്റൊരു കാര്യമുണ്ട് മക്കളെ, നിങ്ങളും വളരുന്നുണ്ട് എന്നുള്ളത്. ഇതുവരെയുള്ള ഹൈസ്കൂൾ കുട്ടികളല്ല നിങ്ങൾ, ഹയർ സെക്കൻഡറി കുട്ടികളാണ്. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റും നിങ്ങളുടെ പഠന രീതിയും എല്ലാം മാറേണ്ടതുണ്ട്. ഓക്കെ, അതായത് ആദ്യഘട്ടത്തിലൊക്കെ ഉഴപ്പി അവസാന ഘട്ടത്തിലേക്ക് പരീക്ഷയോടെ അടുപ്പിച്ച് പഠിക്കാം, അങ്ങനെ പഠിച്ചാൽ മാർക്ക് കിട്ടുന്ന ഒരാളാണ് ഞാൻ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാകുക. അതാണ് സാറ് നേരത്തെ പറഞ്ഞത്. എസ് എൽ സി വരെ കുട്ടികൾ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ചിന്ത മനസ്സിൽ കയറിയിട്ടുണ്ടാകും. അതായത് ലാസ്റ്റ് സമയത്ത് പഠിച്ചാൽ തന്നെ മാർക്ക് കിട്ടുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള വ്യക്തിയാണ് ഞാനൊരു മജീഷ്യനാണ്, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ചില ചിന്തകൾ നിങ്ങളെ മനസ്സിൽ നിങ്ങൾ അറിയാതെ കയറിയിരിക്കും. ഇത് സാറ് ഇപ്പോഴേ പറയാനുള്ള കാരണം നിങ്ങൾ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല മക്കളെ. +1 സയൻസ് ആദ്യം മുതൽക്ക് അറിഞ്ഞു പഠിച്ചാൽ തന്നെയാണ് നിങ്ങൾക്ക് മുന്നേറാൻ വേണ്ടി കഴിയുള്ളൂ. ഇനിയുള്ള പഠനം ഒരിക്കലും നിങ്ങൾക്ക് മാർക്കിന് വേണ്ടി മാത്രമല്ല, അത് നിങ്ങളുടെ കരിയറിന് വേണ്ടി കൂടിയുള്ളതാണ്. അതിനാണല്ലോ നിങ്ങൾ സയൻസ് എന്നും കൊമേഴ്സ് എന്നും ഹ്യൂമാനിറ്റീസ് എന്നും പറഞ്ഞ് വ്യത്യസ്ത സ്ട്രീമുകൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ സയൻസ് തിരഞ്ഞെടുക്കുമ്പോൾ സയൻസ് അറിഞ്ഞ് പഠിക്കാൻ നിങ്ങൾ തീരുമാനമെടുത്തതിന് ശേഷം മാത്രമേ സയൻസ് തിരഞ്ഞെടുക്കാവൂ. അല്ലാണ്ട് നിങ്ങൾ വെറുതെ സയൻസിലേക്ക് പോകാം, എനിക്കൊരു ഡോക്ടറായി കളയാം, എനിക്കൊരു എഞ്ചിനീയറായി കളയാം എന്നൊന്നും വിചാരിച്ച് സയൻസ് എടുക്കരുത്. ആദ്യം തന്നെ മനസ്സിൽ ദൃഢമായി ഒരു വിശ്വാസം നിങ്ങൾ വെക്കേണ്ടതുണ്ട്. പഠിക്കാൻ ഞാൻ തയ്യാറാണ്, പഠിച്ചേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ, അത് ആദ്യം മുതൽക്ക് തന്നെ തുടങ്ങാൻ ഞാൻ തയ്യാറാണ്, അല്ലാണ്ട് അവസാനത്തേക്ക് വെക്കാൻ ഒരിക്കലും ഞാൻ ഇനി മുതൽ അങ്ങോട്ട് പോകുന്നില്ല എന്നൊക്കെ മൈൻഡിലുള്ള ഒരു കുട്ടിക്ക് മാത്രമേ സയൻസിൽ ഹൈ പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. യെസ്, ഞങ്ങൾ +1 അഗ്നി ബാച്ച് എന്ന് പറയുന്നത് അതിനു വേണ്ടിയുള്ളതാണ്. ഓക്കെ, എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ ബാച്ചിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് മക്കളെ. വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, സയൻസിൽ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എല്ലാം ഇവിടെ സെറ്റാണ്. സൈലത്തിൽ ഓരോ ഫാക്കൽറ്റീസും അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ കാര്യങ്ങളൊക്കെ പ്രിപ്പറേഷനും കഴിഞ്ഞു. അതിനുള്ള നിങ്ങളുടെ എല്ലാ മെറ്റീരിയൽസും സെറ്റായി കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ സൈലത്തിനോടൊപ്പം തുടക്കം മുതൽ തന്നെ നിങ്ങൾ പഠിച്ചെടുത്താൽ വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് ഒരുപാട് ഹാപ്പിനെസ്സോടുകൂടി നിങ്ങൾക്ക് ഓരോ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും, മാർക്ക് മേടിക്കാൻ കഴിയും. ഒപ്പം നിങ്ങൾക്ക് സയൻസ് എന്താണെന്ന് അറിഞ്ഞു പഠിക്കാനായിട്ട് സാധിക്കും. അത് ഭാവിയിൽ നിങ്ങളുടെ എൻട്രൻസ് പ്രോഗ്രാമുകൾക്ക്, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണോ നിങ്ങൾ ഭാവിയിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്കൊക്കെ ഉപകരിക്കും. അപ്പോൾ മക്കളെ, എല്ലാ കൂട്ടുകാരോടും, നിങ്ങളുടെ സയൻസ് പ്രേമികളായ എല്ലാ കൂട്ടുകാരോടും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ഒരിക്കലും നിങ്ങൾ കാത്തു നിന്ന് ഒരുപാട് സമയം വൈകി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാവാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. റെസ്റ്റാണ് മക്കളെ ഇതൊക്കെ. ഒരുപാട് ക്ലാസ്സുകളൊന്നും ഇല്ലല്ലടാ.
ഓക്കെ, കുറച്ച് സമയം നമ്മളുടെ ഒരു അഗ്നി ബാച്ചിലെ ക്ലാസ് വളരെ രസകരമായിട്ട് കേട്ട് നിങ്ങൾ നിങ്ങളുടെ റെസ്റ്റിനോടൊപ്പം തന്നെ നിങ്ങളുടെ എൻജോയ്മെൻറ്റിനോടൊപ്പം തന്നെ കൊണ്ടുപോകാൻ രൂപത്തിലാണ് ഞങ്ങളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ സീറ്റുകൾ ഫില്ലാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യുക മക്കളെ. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇനി നിങ്ങളെയൊക്കെ അഗ്നി ബാച്ചിൽ ലൈവിൽ കാണാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടു കൂടി സാർ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ അടിപൊളിയാണ്.